മൈ വെന്യൂ. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ഈസ്റ്റർ ഒക്കെ വരികയാണ്, വിഷു വരികയാണ്. അപ്പോൾ എല്ലാവരും ഓഫ് വൈറ്റിന്റെ കളക്ഷൻസ് കാണിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഇനി എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാം. അപ്പോൾ എനിക്ക് ഓരോരുത്തർക്കും ഫോട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് പഴയ വീഡിയോസിന്റെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്ന് ഈസ്റ്ററിനും വിഷുവിനും എല്ലാം കൂടിയുള്ള കാണിക്കുന്നുണ്ട്. ഇനിയും കളക്ഷൻസ് വരുന്നുണ്ട്, എന്നാലും വിഷുവിന്റെ ആയിരിക്കും. ഇപ്പം ഈസ്റ്ററിനുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഒരു ഓഫ് വൈറ്റ്, ക്രീം, പേൾ വൈറ്റ് അങ്ങനത്തെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ടോപ്സ് ഓൺലി ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ദുപ്പട്ട വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ടോപ്പ് ചേർച്ചിലൊക്കെ പോകുമ്പോൾ ആവശ്യമാണല്ലോ. അപ്പം ഇത് കുറച്ച് ക്ലോസ് ആയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. കാരണം ഈ വൈറ്റും ഓഫ് വൈറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അതിന്റെ വർക്ക് അത്ര കാണാൻ പറ്റില്ല. അതുകൊണ്ട് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ വേറെ എടുക്കുന്നത് ഈ ഒരു ഹാൻഡ് വർക്ക് വന്നേക്കുന്ന കേട്ടോ. നല്ല സ്റ്റൈലായിട്ട് ഒരു സിമ്പിൾ ഒരു ഹാൻഡ് വർക്ക് ത്രെഡ് കൊണ്ടുള്ളത് ഇതിന്റെ നെക്ക് പോർഷനിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്കാറ്റർ ചെയ്ത് ചെറിയ ലൈലാക്ക് കളറൊക്കെ ഒരു ത്രെഡ് കൊണ്ടുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ബസ് ലെവലിൽ വന്നിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ഭയങ്കര ആ ഒരു ഫാബ്രിക് കാണുമ്പോൾ നല്ല രസമാട്ടോ. ജോർജ് ഞാൻ പറ്റിയ ഒരു ചെക്സ് വരുന്ന ഒരു വീവിംഗിൽ കണ്ടോ, സിൽവർ കളറും ഒരു വൈറ്റ് ക്രീമും കൂടെ വരുന്ന ഒരു ചെക്സ്. ആ ചെക്സിൽ ഒരു ഷൈനിങ് ഉണ്ട് കേട്ടോ അതിന്റെ വീവിങ്ങിന്. ഇത് നമ്മൾ ഒരു വീനെക്ക് വെച്ചിട്ട് ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ടൈറ്റ് ആണ്. ഇൻവേർട്ടഡ് പ്ലീറ്റ് എല്ലാം വെച്ചിട്ട് ഒരു പഫ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്ലീവ്, വെറൈറ്റി ആയിട്ട് ഒരു ഫ്രോക്ക് പോലെ ഈ ഒരു പാറ്റേൺ വിത്ത് ലൈനിങ് ആണ് കേട്ടോ. ഈ ഒരു പാറ്റേൺ കാണുന്നുണ്ടോന്ന് അറിയില്ല, കണ്ടോ, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചെക്സ്. അടുത്തത് ഞാനിപ്പോ ഈ വേറെ എടുക്കുന്ന മൽച്ചന്തേരി ഫാബ്രിക്കിലോട്ടുള്ള കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു നെക്കൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒരു ലേസ് പാറ്റേൺ മിഡിലൊക്കെ കൊടുത്ത് നല്ലൊരു ഡിസൈൻ ഫാബ്രിക്സ് നമ്മൾ ഇതിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. ഒരു ത്രെഡ് വർക്ക് ഒക്കെ വരുന്ന കണ്ടോ, ഒരു മൾട്ടി കളർ വരുന്ന നല്ല രസം അത്. അതുപോലെ സ്ലീവിന്റെ എൻഡിലേക്കും നമ്മൾ ഒരു ക്രോഷോ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മൽച്ചന്തേരിയാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല ഈ ഒരു പാറ്റേണിലേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ക്ലോസ് ആയിട്ട് കാണിച്ചുതരാം. ഇതാണ് അതിന്റെ നെക്ക് പാറ്റേൺ വരുന്നത്, കണ്ടോ, ഇതുപോലെ. ഓക്കെ, അതിന്റെ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പോർഷൻ ഇതേപോലെ. ഓക്കെ, കുറച്ച് ലോങ് ആയിട്ട് നല്ല അതിന്റെ വർക്ക് കാണുള്ളൂ. ഹൈനെക്ക് ആയിട്ട് ഒരു നല്ല ഫുള്ളി ഒരു മൾട്ടി കളർ എംബ്രോയിഡറി വരുന്ന ഒരു ഫാബ്രിക് ആണിത്. ഓർഗൻസയിലോട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു ഫ്രോക്ക് പോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അതിന്റെ ഇതാണ് കണ്ടോ. ഇത് നമ്മൾ ഇതിന്റെ കാണുമ്പോൾ അതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ, നേരിട്ട് കാണുമ്പോൾ. ഇതിന്റെ ആ ഒരു ഡിസൈനർ ഫാബ്രിക് കണ്ടോ, ഒരു മൾട്ടി കളർ എംബ്രോയിഡറി ഒക്കെ വെച്ചിട്ട് ഇതേപോലെ. അത് നേരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല, നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കാണ് നമ്മളൊരു പാനലൊക്കെ ചെയ്ത പോലെ. അപ്പം ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. അപ്പം ഇതിന് ഈ ഒരു ലുക്ക് ആയിരിക്കും. ഓക്കെ, ഇതുപോലെ. ഓക്കെ, ഇത് കണ്ടോ, ഇത് പ്യൂർ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. നല്ല സ്മൂത്ത് ആയിട്ട് ഭയങ്കര ഷേപ്പിൽ കിടന്നോളും. ഒരു സിൽവർ കളർ ബൂട്ടാസ് വരുന്നുണ്ട് ഇതിനകത്ത്. ഞാൻ കാണിച്ചു തരാം ക്ലോസ് ആയിട്ട്. എന്നിട്ട് സെന്ററിലേക്ക് കൂടെ നമ്മൾ ഒരു ലേസ് പാറ്റേൺ ഒക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെ ഷൈനിങ് ഉണ്ട്, ആ ബൂട്ടാസിന്റെ ഇതുപോലെ ഉണ്ട്. സെന്ററിൽ ലേസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ. ബാക്ക് സൈഡ് ഇതേപോലെ തന്നെ ഈ ഒരു ഫാബ്രിക്. ഓക്കെ, അപ്പം ഇതിന്റെ ലുക്ക് ഇതേപോലെ.